Hello guys, welcome to my channel. It's Gauri Lakshmi and you are watching myself at Gauri Lakshmi. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇമ്പോസ്റ്റർ ചലഞ്ച് ആണ്. ഇന്നിപ്പോ എന്റെ കൂടെ എന്റെ അമ്മയുണ്ട്, എന്റെ കസിൻ ഉണ്ട്, എന്റെ ചേച്ചി ഉണ്ട്. ഞാൻ അവരുടെ പേരൊക്കെ പറഞ്ഞുതരാം. എന്റെ അമ്മ ഷിജു എന്നാണ് പേര്, എന്റെ കസിൻ മിന്നു, സുഗ്ലയ എന്നാണ് പേര്, പക്ഷെ മിന്നു എന്നാണ് നമ്മൾ വിളിക്കുക. ഇതെന്റെ ചേച്ചി ഗായത്രി ദേവി എന്നാണ് പേര്, ഞങ്ങൾ പൊന്നു എന്നാണ് വിളിക്കുക. ഞാൻ ഗൗരി എന്നാണ് പേര്, മാളു എന്നാണ് ഈ ചാനലില് എന്റെ പേര് വിളിക്കുക. എന്റെ ശരിക്കും വീട്ടിൽ വിളിക്കുന്ന പേര് മാളു എന്നാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇമ്പോസ്റ്റർ ചലഞ്ച് ആണ്. ഇമ്പോസ്റ്റർ ചലഞ്ച് ഒക്കെ നിങ്ങൾ എല്ലാവരും കുറെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ മൂന്നുപേരും ഇതുവരെ കളിച്ചിട്ടില്ല ഇമ്പോസ്റ്റർ ചലഞ്ച്. ഞങ്ങൾ ഫോണില് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് കളിക്കാൻ പോണത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ചേച്ചിയുടെ കയ്യിൽ കൊടുക്കാം. ഗോട്ടിട്ടമർത്തിയാ സാധനം ടാപ്പ് ചെയ്യാന്നിട്ട് കണ്ടു കഴിഞ്ഞിട്ടാണ് കണ്ടാ എന്നാ വായിച്ചാ ഡിസ്കസ്. ഓക്കെ, പൊന്നു തുടങ്ങാം. ഇത് ഇതിനൊരു 4 കൊമ്പുണ്ട്. 5 കൊമ്പുണ്ടോ? ആ തെറ്റം അതാണ് ഉദ്ദേശിച്ചത്. കൊമ്പ് തെറ്റം. അങ്ങനെ ഒരു കളറ് ഉണ്ട്. അതെല്ലാത്തിനും ഉണ്ടാവില്ല. ഇത് ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ചില സമയങ്ങളിൽ കാണാൻ പറ്റില്ല. കൂടുതലായിട്ട് രാത്രിയാണ് കാണുന്നത്. ഏകദേശം സെയിം അല്ലേ ഞാൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ? ഇത് നല്ല തിളക്കാണ്. ഓക്കെ, ഇതിവിടെ വിൽക്കാറുണ്ട്. ഇവിടെ ഈ വഴിയിലുള്ള ചിലരൊക്കെ തോന്നുന്നു. ഇതത്ര നല്ലതാന്നല്ല. എനിക്ക് ഈ ഇതിനെ പറ്റി അറിയുന്ന ആൾക്കാരായിട്ട് പേഴ്സണലി അറിയാം. അറിയാം, അവരായിട്ട് ഡീലിങ്സ് ഉണ്ടോ? ഡീലിങ്സ് ഇല്ല, പക്ഷെ എനിക്ക് അവരെ പേഴ്സണലി അറിയാം. ഇതങ്ങനെ ആരും ഉപയോഗിക്കുന്ന സാധനമല്ല. ശരി, സേഫ് ഡിസ്കഷൻ. ഓക്കെ, ഇനി അമ്മ പൊന്നു പറയും. പൊന്നിനാരെ സംശയം? അമ്മ അമ്മ എനിക്കും അമ്മ തന്നെയാണ് വേണ്ടിട്ടെ. ഇതിലെ വോട്ട് ചെയ്യണം നമ്മള്. മിന്നുവിന് ആരെയാണ് തോന്നുന്നത്? തോന്നാനൊന്നുമില്ല. അടുത്തത് പൊന്നു, അമ്മ, മാളു, അമ്മ. അമ്മ ഞാനാണ് ഇമ്പോസ്റ്റർ. എന്നിട്ടായിരുന്നു ഇവിടെ കഞ്ചാവണോ? എന്താണെന്നറിയോ? നീ 5 കളറ് സെയിം ആണ്. ഇതിനൊരു കളർ ഉണ്ട്, ഏകദേശം കളർ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചെന്നറിയോ? 5 തെറ്റാ. കളറുണ്ട്, സ്റ്റാർ. കഞ്ചാവിന്റെ അല്ലയാണത്? ആണോ? അയ്യോ, അമ്മ എന്താ കണ്ട പബ്ബിള് പോണതാണോ? ഉണ്ട് അയിമ തോട്ടണം. അല്ല, അപ്പൊ ഞാനെന്താ വെച്ചാൽ സ്റ്റാറാണ്. അപ്പൊ നിങ്ങൾ അമ്മ പറഞ്ഞു അത് രാത്രി. ഞാൻ എന്തിനാ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ലേ സംഭവം. അപ്പൊ ഞാൻ ഒരു ഇൻഡയറക്റ്റ് വിട്ടതാ. ഇത് ചില സമയങ്ങളിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ചെറിയ രാത്രിയാണ് സ്റ്റാർ ഉണ്ടാവുള്ളൂ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അമ്മ പറഞ്ഞപ്പോ ഞാൻ അമ്മേനെ അങ്ങനെ ഞാൻ ജയിച്ചു. അപ്പൊ എനിക്ക് 3 പോയിന്റ് കിട്ടി. സന്തോഷം. നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. ഈ ഫസ്റ്റ് റൗണ്ടിൽ ഞാനാണ് ജയിച്ചത്. ഓ സൂപ്പർ. എന്താന്ന് വായിക്കാൻ എന്നിട്ട് ഗോട്ടിട്ട് നമ്മൾക്ക് മിസ്സായ ഇതില് എനിക്ക് ഉറപ്പായി ഈ ചലഞ്ചിൽ പൊന്നാവും പോസ്റ്റർ. പിന്നെ പറഞ്ഞു തുടങ്ങിക്കോ. ചീത്ത പറയും. എനിക്കുണ്ട്, നിങ്ങൾക്ക് ആർക്കും ഇല്ല. എനിക്കുണ്ട്. ഇത് ചെയ്ത ചീത്ത പറയും. ആക്ടിങ് 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 ഇത് ചെയ്ത നല്ല റിസൾട്ട് ഒക്കെ കിട്ടും. അപ്പൊ പൊന്നുവാണല്ലോ. ഇതെല്ലാവരും ചെയ്ത്. ഓ യുണീക്ക്. ചിലര് നല്ല ഭംഗി. ഓക്കെ
ഇതൊരു ഒരു സംഭവത്തിലേക്കുള്ള വാതിലാണ്. അമ്മയാണോടി? അമ്മയാണ് മിഞ്ഞാണോ? നിന്നെ ഇത് നല്ല സംശയം കിട്ടാ. രണ്ട് പൊട്ടത്തിയോള്. അയ്യോ ഈ പൊട്ടത്തിന്ന് അപ്പഴാണ് കോൺട്രവേഴ്സി ആവുക. അമ്മയെ പൊട്ടത്തി എന്ന് വിളിച്ച് ഒരു യൂട്യൂബ് വീഡിയോ ഇതിനു വേണ്ടി കുറച്ചധികം ടൈം ചെലവഴിക്കണം. ഓക്കെ പൊന്നു ലാസ്റ്റ് പൊന്നു ആണ്. ഇതിനൊരു റിസൾട്ട് കിട്ടും. നന്നായി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു റിസൾട്ട്. ഓക്കെ നമുക്ക് വോട്ട് ചെയ്യാട്ടാ. കൺഫേം വോട്ട്. മിന്നു വോട്ട് ചെയ്തേ. അമ്മ റിവെഞ്ച. മിന്നു ഭംഗിയുള്ളതാടി, ഭംഗിയുള്ളതാ. നിങ്ങൾ എഡ്യൂക്കേഷൻ Entrance ഞാൻ കോച്ചിങ് വായിച്ചേ. എന്തുട്ടുണ്ടായിരുന്നറിയോ? അവളടുത്ത് ഞാൻ ചോദിച്ചേ അപ്പൊ പൊന്നു തന്നെ അപ്പൊ എഴുതാനല്ല ആക്ടിങ്. നെക്സ്റ്റ് പിന്നെ ചായ ഉണ്ടാക്കിയപ്പോ അങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ ഇരിക്കാനാ പറഞ്ഞേ. അവളോട് പോണെന്ന് പറയാൻ. അപ്പൊ തിരിച്ചു പോണു. ചായ ഉണ്ടാക്കണ്ടേ? വേണ്ടാന്ന് ഇതിപ്പോ കഴിഞ്ഞിട്ട് പോയി മതി. അപ്പൊ നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് പോവാം. ഓ മൈ ഗോഡ്. കിട്ടി. ഞാൻ പറഞ്ഞിട്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തിരുന്നതാണ്. പണ്ടത്തെ ആൾക്കാർക്ക് ഇതിനുള്ള ഭയങ്കരമായിട്ട് സ്കോപ്പ് കിട്ടിയിരുന്നു. ഡെയിലി ചെയ്യും. ഇതിന് വെള്ളം വേണം. ഡെയിലിയാ വെള്ളം വേണം. അമ്മ വായിച്ചത് മൊത്തത്തിൽ വായിച്ചില്ലേ? ആ പിന്നെ പറ. കുറച്ച് സിനിമയുണ്ടായിരുന്നു. ഓഹോ അപ്പൊ അമ്മേട്ടാ. അല്ല ഇപ്പോഴും ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് ഇപ്പോഴും ചെയ്യുന്ന വൃത്തികെട്ട ആൾക്കാരുണ്ട്. ഇത് ചെയ്തില്ല വെച്ചെങ്കിലാണ് പ്രശ്നം. എന്റെ വരെത്തണം. പൊന്നു പറ. അമ്മ ഇതിന്റെ കാടിനെ ഇറങ്ങിട്ട് തന്നെയാണ് ഓർത്താൻ പറഞ്ഞത്. എന്താ ഒന്നുമില്ല. എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. പറയൂ. ഇത് ചെയ്യണമെങ്കിൽ ഒരു കുഞ്ഞൊരു റൂം വേണം. അങ്ങനെയൊന്നുമില്ല. പണ്ടത്തെ ആൾക്കാർക്ക് റൂമൊന്നും വേണം. ഓല മെഞ്ഞതായാലും. അയ്യോ മൈ ഗോഡ്. ഇതായാലും വേറെ ആൾക്കാര് കണ്ട പോലീസ് വിളി. ഓക്കെ അപ്പൊ ഞാനല്ല ചെയ്യണ്ട്. നമ്മുടെ ഇമ്പോസ്റ്ററിനെ വോട്ട് ചെയ്യാൻ പോട്ടാ. വലിയ ഡൗട്ടൊന്നും ഇല്ല. അമ്മ തന്നെ ഇമ്പോസ്റ്റർ. അമ്മ ചെയ്യും. മാണു നിന്റെ വോട്ട് ചെയ്തേ. ഈ കൺഫോം നിങ്ങൾ വേണ്ട വായിച്ചില്ലേ? കുളിസീൻ എന്തു ചെയ്യാൻ കുളിസീനുണ്ട്. കുളിക്കില്ലേ നീ എനിക്ക് ബാത്ത് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വെള്ളം വേണം. വെള്ളം എന്തായാലും വേണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പൈസ വെള്ളം വേണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി മനസ്സിലുണ്ടല്ലോ. നിങ്ങൾ എന്റെ അടുത്ത് അപ്പൊ ഞാൻ പാട്ടിട്ട് മനസ്സിലായി. ഇത് ഒളിഞ്ഞു വിട്ടാൽ നിൽക്കാൻ മനസ്സിലായി. ഇതിന്റെ റൂം അത് ഞാൻ എനിക്ക് ഉറപ്പില്ല തന്നെ പറഞ്ഞു. ഇതിന്റെ റൂം എന്തായാലും വേണം. പിന്നെ കൊഞ്ഞു മാളുടെ തോന്നിയത്. അപ്പൊ നമുക്ക് ഇനി നാലാമത്തെ റൗണ്ടിക്ക് പോവാം. എല്ലാവരും ഇത് നോക്കല്ലേട്ടാ. എനിക്ക് വയ്യ ഇമ്പോസ്റ്റർ വെറുതെ ഇമ്പോസ്റ്റർ എന്ന് പറയും. എന്നിട്ട് അതിന്റെ എനിക്ക് ബാത്ത് വന്നു. അമ്മയ്ക്ക് അതാണോ എഴുതിച്ചേക്കണേ? അതുകൊണ്ടാണോ? ഇനി സാധനം കാണാണ്ടായിട്ട് കുടത്തില് ഉണ്ടോ നോക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാര്. ഡയറക്റ്റ് ലുട്ടാപ്പി ബേസ്ഡ് ആണ്. അതെ ബേസ്ഡ് ആണ്. സാധനം നീണ്ടട്ടാണ്. ഇത്ര നേരത്തെ ഹിന്ദിൽ അവള് ഒരെണ്ണം പിടിച്ചടക്കി. നേരിട്ടാണ്. ഞാൻ പറയാം. ഞാൻ ഈ വേർഡ് കുറെ യൂസ് ചെയ്യാറുണ്ട്. വേർഡായിട്ട് വെറുതെ വേർഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഷാർപ്നെസ് ഉണ്ട് നല്ല. ഓക്കെ ഡയറക്റ്റ്. പിന്നെ മനസ്സിലായില്ലേ? ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കും. ഡിസ്നി. അതെ കണ്ടിട്ട് ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കും. ഇത് പണ്ട് മുതലേ
കേൾക്കണുണ്ട്. പക്ഷെ കേൾക്കാറുണ്ട്. ഓക്കെ, ഞാൻ ഇതിനെ പറ്റി അറിഞ്ഞത് ചെറുപ്പത്തിലാണ്. ടിവിയിലൊക്കെ ചെറുപ്പത്തില് കണ്ടറിഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റി. വോട്ട് ചെയ്യാം. മാളു വോട്ടിങ് മിന്നു. പൊന്നു മാളുവാ യു ചീറ്റ്. പക്ഷെ മാണിക്ക് തോന്നില്ല. മാളു ഓ സേഫ് പ്ലേ. മിന്നു ആണ്. പക്ഷെ മാണിക്ക് തോന്നില്ല. നിങ്ങൾക്ക് എന്ത് കിട്ടി? കുന്തം. നിനക്ക് തപ്പി വെക്കും. തപ്പി വെക്കളാ. കുന്തം തന്നെ. ഇത് ലാസ്റ്റ് റൗണ്ട് ആണ്. ഇത് ലാസ്റ്റ് റൗണ്ട് ആട്ടാ. അഞ്ചാമത്തെ റൗണ്ട് അമ്മയ്ക്ക് ടൈം പ്രാർത്ഥിക്കാം. ഇതാണ് പറയണേ. നീ പൊന്നു സ്റ്റാർട്ട് ചെയ്തോ. ഹലോ ഓക്കെ. നോക്കട്ടെ. ഞാൻ പണ്ട് ഈ സ്ഥലത്ത് പോകും. ഞാൻ ആദ്യം ഈ സ്ഥലത്ത് ജോയിൻ ചെയ്തപ്പോ ഞാൻ പോയായിരുന്നു ബിരിയാണി കഴിക്കാനാണ്. ഞാൻ അവിടേക്ക് പോയപ്പോഴാണ് കുറെ പേരെ പരിചയപ്പെട്ടത്. എനിക്ക് അത്രക്ക് ഇഷ്ടല്ല. ഞാൻ ഇടയ്ക്ക് പോകാറുള്ളൂ. കൊറേ ആൾക്കാരുണ്ടാവും, കൊറേ പേരുണ്ടാവും ഇവിടെ. ആരാ? അതാ അനുഗ്രഹമുണ്ട്. ഇവിടേക്ക് നമ്മള് കാശ് കൊടുക്കണം. കാശ് കൊടുത്താലേ നമ്മള് കേട്ടുള്ളൂ. എനിക്ക് ട്രോമയാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല. എനിക്ക് ഞാൻ ഇടയ്ക്ക് പോയ ടൈമിലൊക്കെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ രണ്ടെണ്ണത്തിന് കൺഫ്യൂഷനായി. ഇത് ചെയ്യാനായിട്ട് ഇത് കൊറേ ആൾക്കാരുണ്ടെങ്കിലും കൂടിട്ട് ഒരാള് അതിന് വേണ്ടിട്ട് മെനക്കിടും. മാളു ഓട്ടി മാളു കണ്ടോട്ടിണ്ട്. പൊന്നോട്ടിയാ മാളു. എന്തിനാണ് നോട്ടിയത്? ഈ മുസ്ലിം ശരി, അത് കാണാം. അമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. അമ്മ പൊന്നു നോട്ടിന്നു. നോ, ഞാൻ അങ്ങനെ ചെയ്തില്ല. എന്നോട് എനിക്ക് വേണ്ടി ഞാൻ ട്യൂഷന് പോണുണ്ട്. നീ ബിരിയാണിയിലാണ് പോയത്? ഹസ്ബൻഡ് ബിരിയാണി വെക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ വീട്ടിൽ പോയിരുന്ന ബിരിയാണി ഞാൻ ട്യൂഷൻ ക്ലാസ് ആണല്ലോ കണ്ടത്. ഇപ്പൊ ഹോട്ടലൊക്കെ രാവിലെ അവിടേക്കായാലും പോണ്ടെങ്കിൽ അത് എന്തിനാന്ന് പറഞ്ഞോളൂ. പക്ഷെ ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, ഞാൻ ഈ വണ്ടർല അതൊക്കെയാണ് ഫുഡ് കഴിക്കുക. പിന്നെ ഇതില്ലേ ഞാനതല്ല വിചാരിച്ചത്. ഇവൾക്ക് ഇഷ്ടമല്ല വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇവൾക്ക് ഫുഡ് കഴിച്ചിട്ട് ചെല്ലാൻ പോകാട്ടില്ല, ഉറക്കം വരുന്ന എന്റെ വിചാരിച്ചെന്നറിയോ, റൈഡിൽ കയറുമ്പോ ഫുഡ് കഴിച്ചിട്ട് പോസ്റ്ററായിട്ട് ബാക്കിയുള്ള മാർക്കുകളെ 7 മാർക്കോടെ എന്റെ ചേച്ചി അവളുടെ ഡയറ്റിലാണ്. നമുക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനാണ് സെക്കൻഡ്. എനിക്ക് 5 മാർക്ക് ഉണ്ട്. ട്യൂഷൻ ക്ലാസ് ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ഇമ്പോസ്റ്റർ. നമ്മുടെ ഇമ്പോസ്റ്റർ ചലഞ്ച് എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും കമന്റ് ചെയ്യാം. എന്തെങ്കിലും കമന്റ് ചെയ്യണം. ഫുൾ ആയിട്ട് വീഡിയോ കണ്ടുള്ള എല്ലാവരും എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യണം. രസമുണ്ടോ, ഫസ്റ്റ് വീഡിയോ ആണ് ഞങ്ങളുടെ. അപ്പൊ എങ്ങനെയുണ്ട്, ക്ലാരിറ്റി, ലൈറ്റ്, സൗണ്ട്, നിങ്ങൾക്ക് അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ഇടുക. അപ്പൊ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഫ്രീ ആയിട്ടിരിക്കുമ്പോ അവരിത് കാണട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അത്രയുണ്ടോ? ബൈ.